ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇൻസ്റ്റയിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോൻ്റെ എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ആയിട്ടാണ് കേട്ടോ. ഈസി മെത്തേഡായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിന് ഫസ്റ്റ് വേണ്ടത് ക്യാപ്കട്ട് എന്ന് പറഞ്ഞ ആപ്പാണ്. അതിന് VPN വേണം. അപ്പോൾ ഞാനിവിടെ VPN സൂപ്പർ അൺലിമിറ്റഡ് പ്രോക്സിയാണ് യൂസ് ചെയ്യുന്നത്. അതങ്ങനെ ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുമ്പം അതിൽ നമുക്ക് ഫാസ്റ്റസ്റ്റ് ലൊക്കേഷനാണ് കൊടുക്കേണ്ടത്. ഞാനതൊരു സ്വിറ്റ്സർലാൻഡാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അത് കണക്റ്റ് ആക്കുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ക്യാപ്കട്ട് ഓപ്പൺ ചെയ്യുക. ക്യാപ്കട്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ റേഷ്യോ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. 9:16 ആക്കുക. അതിനുശേഷം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റേഷ്യോയിൽ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്നിട്ട് അതൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു കുറച്ച് വലുതായി കൊടുത്തതിന് ശേഷം നമുക്ക് എത്ര സെക്കൻഡാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓവർലേയിൽ പോയിട്ട് നമ്മൾ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് വേണ്ടത്. അതിനുശേഷം കട്ട് ഔട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ട് വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്കതിൽ കട്ട് ഔട്ട് സ്ട്രോക്ക് ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, പക്ഷെ ഞാനതിൽ കൊടുക്കുന്നില്ല കേട്ടോ. അതിലും ഒരുപാടുണ്ട്. സ്ട്രെയിറ്റ് ഔട്ട്, സോളിഡ് കളറ്, അങ്ങനെ ഒരുപാട് സ്ട്രോക്ക് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ഏതാ വെച്ച് കഴിഞ്ഞാൽ കൊടുത്ത് അതിൻ്റെ താഴെ കളറും സൈസ്, ഒപ്പാസിറ്റി ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കളറും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനതൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ദെൻ ബാക്ക് അടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഒപ്പാസിറ്റി അതിൽ എന്താ പറയുക അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് കാണാൻ പറ്റും. അതിൽ പോയിട്ട് കോൺട്രാസ്റ്റും സാറ്റുറേഷനാണ് കുറയ്ക്കേണ്ടത്. സാറ്റുറേഷൻ നെഗറ്റീവ് ഫുള്ള് കുറക്കുക, കോൺട്രാസ്റ്റ് 8-ലാക്കി വെക്കുക കേട്ടോ. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഇനി എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോ നമുക്ക് ഇനി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് സൂം ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലെഫ്റ്റ് സൈഡിലോട്ടാണ് എന്നെ കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വരുന്ന രീതിയിലാണ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ആ ഒരു ഫോട്ടോ നമുക്ക് ഏത് സൈഡിലാണോ വേണ്ടത് ആ സൈഡിലേക്ക് ഫുള്ളായിട്ട് നീക്കിയതിന് ശേഷം കീ ഫ്രെയിം ക്ലിക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. അതായത് ഇപ്പോൾ നമുക്ക് സെൻറ്ററിലേക്കല്ലേ വരേണ്ടത്. അപ്പോൾ സെൻറ്ററിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പം അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കീ ഫ്രെയിം ഫോം ചെയ്യും. അപ്പോൾ ആ ഒരു 2 കീ ഫ്രെയിമിൻ്റെ ഇടയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഗ്രാഫ് എന്നുള്ള ഓപ്ഷൻ വരും. അതിൽ ക്വാഡ് ഔട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് ആ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. സൈഡിൽ നിന്ന് സെൻറ്ററിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് വരുന്നത്. അപ്പം അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ഒരു ഫോട്ടോ കീ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് സോങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഫയൽസിൽ പോയിട്ട് നമുക്ക് ഡയറക്റ്റ് ആണെങ്കിൽ ഡയറക്റ്റ്, എക്സ്ട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യാം. അതിനുശേഷം നമുക്ക് സോങ്ങും ഫോട്ടോയും കറക്റ്റായിട്ട് ആ ഒരു സ്റ്റാർട്ടിങ് ടു എൻഡിങ് ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് ലെവലാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇനി അടുത്ത ഫോട്ടോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ആ ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് റിപ്പീറ്റ് ആയിട്ട് തന്നെ നമ്മൾ അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോ ഫോട്ടോ ആഡ് ചെയ്യുമ്പോഴും ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സ്ട്രോക്ക് വേണമെങ്കിൽ സ്ട്രോക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സാറ്റുറേഷനും കോൺട്രാസ്റ്റും. സാറ്റുറേഷൻ -15 ആണ്. കോൺട്രാസ്റ്റ് ആണെങ്കിൽ 8 ആണ് വരുന്നത്. അതിനുശേഷം നമുക്കതിൻ്റെ കീ ഫ്രെയിമും കാര്യങ്ങളും ചെയ്ത് കൊടുക്കുക. ഏത് സൈഡിലേക്കാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ രീതിയിലാട്ടോ കീ ഫ്രെയിം ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ ഞാനിതാ എല്ലാ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സോങ് അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എത്ര ഫോട്ടോസാണ് വേണ്ടതെന്നുള്ളതൊക്കെ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഞാനൊന്ന് റീചെക്ക് ചെയ്തു സോങ്ങും ഫോട്ടോസൊക്കെ കറക്റ്റായിട്ടാണ് ഉള്ളതെന്നൊക്കെ. ഇനി നമുക്കിതിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന പോർഷനും കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ സോങ്ങിൻ്റെ ഇടയിൽ ചെറിയൊരു മ്യൂസിക് വരുന്നുണ്ട്, ഒരു ചെറിയൊരു ഭാഗത്ത്. അപ്പോൾ അവിടെ ഞാനൊരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇനി ലിറിക്സ് കൊടുക്കാനുണ്ട്. അപ്പോൾ ഗൂഗിളിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു സോങ്ങിൻ്റെ ലിറിക്സ് എടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോ ലൈനും കോപ്പി പേസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞാനത് കോപ്പി ചെയ്തിട്ടുണ്ട് ഫസ്റ്റത്തെ ഒരു ലൈന്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്യാപ്കട്ടിൽ പോയിട്ട് അതെന്ത് ചെയ്യാം, നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഇതാ അവിടെ പോയിട്ട് പേസ്റ്റൊക്കെ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ അതുമാത്രമല്ല നമുക്ക് വേണ്ട ലിറിക്സ് മാത്രം എടുത്തിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. കാരണം നമ്മൾ ലിറിക്സ് ഹാഫ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നോ യു ആർ എന്നുള്ളത് മാത്രം എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ഫോണ്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ഫോണ്ട് സെലക്ട് ആക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഹൈബാണൽ എന്ന് പറഞ്ഞ ഒരു ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എങ്ങനെയാണോ വേണ്ടത് ആ രീതിയിൽ വെക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനൊന്നും പ്രശ്നമില്ല. നമുക്ക് എന്ത് ചെയ്യുക, ഞാനതിൻ്റെ കളറും ബ്ലാക്കാണ് കൊടുത്തിട്ടുള്ളത്. അത് എന്താ പറയുക,
അഡ്ജസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സോങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണുള്ളത് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് എല്ലായിടത്തും ഇതുപോലെ തന്നെ ഫോണ്ടും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചില ഫോണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഞാൻ ദിസ് ലൈഫ് എന്ന് പറഞ്ഞ ആ ഒരു ലൈനിന് ഞാനൊരു ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ലവ് എന്ന് പറഞ്ഞൊരു ഫോണ്ടാണ് കൊടുത്തിട്ടുള്ളത്. യെല്ലോ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കൊടുത്തു. അതിനുശേഷം ഒരു ബ്ലാക്ക് നമുക്ക് വരുന്നുണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട്, അവിടെ ഞാൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടാട്ടോ കൊടുത്തത്. കപ്പിൾസ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേര് കൊടുക്കുക, ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള എന്തോ കൊടുക്കുക കേട്ടോ. അങ്ങനെ ഞാൻ ബാക്കിയുള്ള ലിറിക്സും കൂടെ കൊടുത്തു. ഹൈബേണൽ എന്ന് പറഞ്ഞ ഫോണ്ടും ലവ് എന്ന് പറഞ്ഞ ഫോണ്ടും ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ചില വേർഡ്സ് ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, കളറും ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വീഡിയോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറേ ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഹൈലൈറ്റ് ചെയ്തെടുത്ത് ഹൈലൈറ്റ് ഒക്കെ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇതാ നമുക്കിനി എന്ത് ചെയ്ത് സേവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒന്ന് റീചെക്കും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സേവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.